IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് സുരേഷുമായി പോലീസിന്റെ തെളിവെടുപ്പ്. സുഗാന്ത് താമസിച്ചിരുന്ന നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിലാണ് തെളിവെടുപ്പിനെത്തിച്ചത്. സുഗാന്ത് ആത്മഹത്യ ചെയ്ത IB ഉദ്യോഗസ്ഥയുമായി ഇവിടെ എത്തിയിരുന്നതായാണ് മൊഴി. പോലീസ് കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെ തിരുവനന്തപുരത്തും തെളിവെടുപ്പ് നടത്തിയിരുന്നു. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഈ കേസിൽ ഈ യുവതിയെ IB ഉദ്യോഗസ്ഥയെ ലൈംഗികമായി ചൂഷണം ചെയ്തതടക്കം ഈ നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റിലാണെന്ന വിവരങ്ങളൊക്കെ നേരത്തെ പുറത്തു വന്നതാണ്. ഈ തെളിവെടുപ്പ്, ഈ പ്രതിയുമായിട്ടുള്ള സുഗാന്ത് സുരേഷുമായിട്ടുള്ള തെളിവെടുപ്പ് പൂർത്തിയായോ? ഇതിനുശേഷം ഇനി പോലീസിന്റെ അടുത്ത നീക്കം, ഈ കേസുമായി ബന്ധപ്പെട്ട അടുത്ത നീക്കം എന്തായിരിക്കും? സുഗാന്തിന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അന്വേഷണ സംഘം സുഗാന്തുമായി തിരിച്ച് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിരിക്കുകയാണ്. 3 ദിവസത്തെ കസ്റ്റഡിയിലേക്കാണ് വിട്ടിരുന്നത്. ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിച്ച് തെളിവെടുത്തിരുന്നു. ഇന്നലെ IB ഉദ്യോഗസ്ഥ താമസിച്ച ഫ്ളാറ്റിലടക്കം എത്തിച്ചായിരുന്നു ഇന്നലത്തെ തെളിവെടുപ്പ്. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടി 5 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും അന്വേഷണ സംഘം പുറപ്പെട്ടു. ഏകദേശം 12 മണിയോട് അടുക്കുമ്പോൾ തന്നെയാണ് അന്വേഷണ സംഘം ഈ നെടുമ്പാശ്ശേരിക്ക് അടുത്തുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ, അവിടെയായിരുന്നു സുഗാന്ത് താമസിച്ചിരുന്നത്. സുഗാന്ത് ഈ പെൺകുട്ടിയുമായി അവിടെ മുമ്പ് വന്നിരുന്നു എന്നാണ് പോലീസിനോട് മൊഴി നൽകിയിരിക്കുന്നത്. ജനുവരി മുതലായിരുന്നു സുഗാന്ത് അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ പലതവണയും ഈ IB ഉദ്യോഗസ്ഥയായ യുവതി അവിടെ എത്തിയിരുന്നു. ആ അപ്പാർട്ട്മെന്റിലായിരുന്നു പോലീസിന്റെ അന്വേഷണം നടത്തിയത്. ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ട പരിശോധനയ്ക്ക് ശേഷം അന്വേഷണ സംഘം മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മാർച്ച് 24-നായിരുന്നു IB ഉദ്യോഗസ്ഥയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയും ചെയ്തത്. കോടതി ഈ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് സ്വയമേ കീഴടങ്ങുകയായിരുന്നു. എറണാകുളത്തെ DCPക്ക് മുന്നിലായിരുന്നു സുഗാന്ത് കീഴടങ്ങിയത്. പിന്നീടാണ് അവിടെ നിന്നും അന്വേഷണ സംഘത്തിന്, പോലീസിന് സുഗാന്തിനെ കൈമാറുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിനോടകം തന്നെ സുഗാന്തിന്റെ ചാറ്റുകൾ, ടെലിഗ്രാമിലെ ചാറ്റുകൾ അടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിൽ കൃത്യമായി പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും സുഗാന്ത് ചൂഷണം ചെയ്തതിന്റെ എല്ലാ തെളിവുകളും പോലീസിന് ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. കോടതിക്ക് ഇത് ബോധ്യമാകുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് സുഗാന്തിന്റെ മുൻകൂർ ജാമ്യം പോലും ഹൈക്കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായത്. അതിനിടെ അത് കഴിഞ്ഞ് സുഗാന്തിന്റെ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടാണ് പിന്നീട് ഇപ്പോൾ 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് അന്വേഷണത്തിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനും തെളിവെടുപ്പ് അടക്കം നടത്തുന്നതിനു വേണ്ടിയിട്ടാണ് 3 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടത്. അതിൽ ഇന്നലത്തെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷമാണ് ഇന്ന് കൊച്ചിയിലെത്തിച്ചത്. നെടുമ്പാശ്ശേരിയിലെ ഒരു അപ്പാർട്ട്മെന്റിലാണ്. നെടുമ്പാശ്ശേരിയിൽ ഇരുവരും ഒരുമിച്ച്, നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുവരും ജോലി ചെയ്തിരുന്നു. ആ സമയത്തൊക്കെ ഇവർ പരിചയമുണ്ടായിരുന്നു. പ്രതി സുഗാന്ത് പോലീസിനോട് പറഞ്ഞത് ഇരുവരും പരസ്പര സമ്മതത്തോടെയായിരുന്നു ബന്ധം. ഇടയ്ക്ക് ഈ പ്രണയബന്ധത്തിനിടെ പ്രശ്നങ്ങളും വഴക്കമൊക്കെ ഉണ്ടാകാറുള്ളതാണ്. അങ്ങനെ തൻ്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. അതായത് ഈ യുവതി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം താനുമായിട്ടുള്ള പ്രശ്നമല്ല, താൻ ബന്ധത്തിൽ നിന്നും ഒഴിഞ്ഞതല്ല എന്നാണ് പ്രതി വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്കറിയാം, ഈ യുവതിയുടെ മാതാപിതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പല വിവരങ്ങളും പല തെളിവുകളും കൈമാറിയിരുന്നു. മാത്രമല്ല ഇരുവരും തമ്മിലുള്ള ടെലിഗ്രാം സംഭാഷണത്തിനിടെ, ചാറ്റിനിടെ നീ പോയി ചത്തോളൂ, എനിക്ക് മറ്റൊരു ജീവിതം വേണം എന്ന രീതിയിൽ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്ന കൃത്യമായ തെളിവുകളടക്കം ഈ കേസിൽ സുഗാന്തിനെതിരെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഇയാൾ അന്വേഷണ സംഘത്തോട് വിശദീകരിച്ചിട്ടുണ്ടോ? എന്തായാലും ഇതിന്റെ ചോദ്യം ചെയ്യലുകളും മറ്റ് നടപടിക്രമങ്ങളും തിരുവനന്തപുരത്താണ് നടക്കുന്നത്. പോലീസിന് എന്തായാലും കൃത്യമായി തന്നെ സുഗാന്തിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കൊച്ചിയിലേക്ക് വന്നത് തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ്. ഈ നേരത്തെ നൽകിയ മൊഴിയിലാണ് തിരുവനന്തപുരത്ത് ഈ കൊച്ചിയിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇരുവരും ജോലി ചെയ്തതും പിന്നീട് അവിടെ അടുത്ത് ഒരു അപ്പാർട്ട്മെന്റിലാണ് സുഗാന്ത് താമസിച്ചിരുന്നത്. ആ അപ്പാർട്ട്മെന്റിൽ യുവതി എത്തിയിരുന്നതും അവിടെ വെച്ചാണ് ഇത്തരത്തിൽ ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നതെന്നൊക്കെ മൊഴി സുഗാന്ത് ഇതിനോടകം തന്നെ നൽകിയിരുന്നു. അതോടൊപ്പമാണ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ടെലിഗ്രാമിലെ ചാറ്റിലടക്കം യുവതിയോട് പോയി ചത്തോളൂ എന്ന തരത്തിലുള്ള വാചകമൊക്കെ സുഗാന്ത് നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ കോടതിക്ക് പോലും കൃത്യമായി തെളിഞ്ഞ ഒരു കാര്യം, ഈ പ്രതി ഈ യുവതിയെ വളരെ അധികം മാനസികമായിട്ടൊക്കെ വളരെ രീതിയിൽ മാനസിക ചൂഷണം
ചെയ്തിരുന്നു, സാമ്പത്തികമായി ഒരുപാട് ചൂഷണം ചെയ്തിരുന്നു. അതോടൊപ്പം കോടതി കണ്ടെത്തിയ മറ്റൊരു കാര്യമാണ് ഈ സുഗാന്തിന് മറ്റ് പല യുവതികളുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നില്ലേ എന്നൊരു സംശയം കൂടി. കാരണം അങ്ങനെയുള്ള തെളിവുകളാണ് അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചത്. അതിനർത്ഥം ഈ യുവതിയെ പോലെ തന്നെ മറ്റ് പല യുവതികളുമായി സുഗാന്തിന് ബന്ധമുണ്ടായിരുന്നു. അവരെയൊക്കെ ഇതേ സമാനമായ രീതിയിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ മരിച്ച IB ഉദ്യോഗസ്ഥയെ അബോർഷൻ നടത്താൻ പോലും സുഗാന്ത് പ്രേരിപ്പിച്ചു. സുഗാന്തിന്റെ പ്രേരണയിലാണ് ആ പെൺകുട്ടി അബോർഷൻ നടത്തിയത്. അത് മാനസികമായി വലിയ രീതിയിൽ ബാധിച്ചു. മാനസികമായും വലിയ രീതിയിൽ ആ പെൺകുട്ടിക്ക് പ്രശ്നമുണ്ടായി എന്നടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായി അന്വേഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സുഗാന്തിന്റെ വിശദമായ ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കൊച്ചിയിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പ്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. IB ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ പ്രതി സുഗാന്ത് സുരേഷുമായി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. തിരുവനന്തപുരത്തിന് പിന്നാലെയാണ് നെടുമ്പാശ്ശേരിയിലെ അപ്പാർട്ട്മെന്റ് എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തിയത്. നേരത്തെ നവമി ദിനേശ് സൂചിപ്പിച്ചതുപോലെ ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് പല നിർണായകമായിട്ടുള്ള വിവരങ്ങളും തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇയാൾക്ക് മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതോടൊപ്പം ഈ യുവതിയെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നു, ഗർഭചിത്രം നടത്തിയിരുന്നു, ഇതിൻ്റെ വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു. എന്തായാലും ഇനി കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപ് പ്രതിയുടെ ലൈംഗിക ശേഷി പരിശോധന ഉൾപ്പെടെ ഇനി നടക്കുന്നതാണ്.